ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വിശ്വനാഥൻ ആൻഡ് സൺസ് റിവ്യൂലോട്ടാണ്. ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിന് വിശ്വനാഥൻ ആൻഡ് സൺസ് നല്ല പേരുണ്ട്. സാന്ത്വനം 2 എന്നാണ് ഇതിൻ്റെ പേരുണ്ട്. സാന്ത്വനം 2 ആൻഡ് വിശ്വനാഥൻ ആൻഡ് സൺസ്. കിടിലം പേര്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പടത്തിൻ്റെ പേരുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ വെങ്കി അത്ലൂരി, കോ റൈറ്റർ രണ്ടുപേരുണ്ട്, വെങ്കി അത്ലൂരി, പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട്. ഞാൻ ജി.വി. പ്രകാശാണ് മ്യൂസിക്. ജി.വി. പ്രകാശിൻ്റെ മ്യൂസിക് അത്യാവശ്യം കൊള്ളാം, അത് ഞാൻ ബാക്കി പറയാം. വെങ്കി അത്ലൂരി നേരത്തെ ചെയ്ത പടം എന്ന് പറഞ്ഞാൽ ലക്കി ഭാസ്കർ, ദുൽഖറിനെ വെച്ച് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ഒരു ഡയറക്ടറാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫാമിലിയുടെ എന്തെങ്കിലും ഒരു പരിപാടി ഇതിനകത്ത് കാണുമെന്ന് വിചാരിച്ച് ഒരു കാര്യമില്ല. 2 മണിക്കൂർ 40 മിനിറ്റ് ടോർച്ചറിങ്, ഫുള്ളി ടോർച്ചറിങ്. ഒരു സീൻ പോലും എനിക്ക് ഹൈ മൂവ്മെൻറ്റ് തരുന്ന ഒരു സീൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സീനുണ്ട്, അത് ഞാൻ പറയാം, ഒരു മിനിറ്റ് ഇടയ്ക്ക് ഞാൻ പറയാം. അപ്പോൾ ഇതിനകത്ത് തുടക്കം ഒരു വെങ്കി അത്ലൂരിക്ക് ഞാനൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. വെങ്കി അത്ലൂരിക്ക് ഞാനൊരു ക്ലാപ്പ് കൊടുക്കുന്നത്. വെങ്കി അത്ലൂരിക്ക് ഈ ക്ലാപ്പ് എന്തിനാന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യക്ക് കിട്ടാത്തൊരു സംഭവം അത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൽ ഇതേപോലെ ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല. എന്തോ ഏഷ്യൻ ഗെയിംസിലൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒളിമ്പിക്സിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തൊരു സാധനം സിനിമയ്ക്കകത്തൂടെ എങ്കിലും കിട്ടിയപ്പോൾ, ഇന്ത്യക്ക് കിട്ടിയപ്പോൾ അത് എനിക്കൊരു സന്തോഷം തോന്നി. അത് ഇതിനകത്ത് തുടക്കം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നായകൻ സൂര്യ ഒരു ഷൂട്ടിംഗ് താരമാണ്. ഈ ഷൂട്ടിംഗ് താരമാണ്. ഗോൾഡ് ഒളിമ്പിക്സ് ഫൈനലെത്തി മത്സരത്തിൽ പിസ്റ്റൽ ആരോ പോയി നശിപ്പിക്കും. അപ്പോൾ ഈ പിസ്റ്റൽ നശിപ്പിക്കാൻ തുടക്കം തന്നെ ഒരു അപരാധമാണ്. പിസ്റ്റൽ നശിപ്പിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് ആലോചിക്കണം. പിസ്റ്റൽ നശിപ്പിക്കുമ്പം പുതിയ പിസ്റ്റൽ കൊണ്ടുവരാൻ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് മാത്രമല്ല, പുതിയ പിസ്റ്റൽ കൊണ്ടുവരുമ്പോൾ 2 മണിക്കൂർ എടുക്കും. പക്ഷേ സൂര്യയ്ക്ക് ഇവരുടെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചിനാൾ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ ഇതിനകത്ത് ചെയിൻ പൊട്ടിയപ്പം പുതിയ സൈക്കിൾ വേണമെന്ന് പറയും. അപ്പം എന്തുവാ സൂര്യയുടെ അച്ഛൻ പറയും, അതായത് വിശ്വനാഥൻ പറയും, മര്യാദയ്ക്ക് അത് തന്നെ ശരിയാക്കിയിട്ട് എടുത്തോ, പൈസ ചുമ്മാ നശിപ്പിച്ച് കളയുന്നൊക്കെയുള്ള രീതിയിൽ വരട്ടു. അത് കേട്ടപ്പോഴേ ഈ ചെറിയ കൊച്ചിറക്കനാണ്, ഒരു സ്പാൻഡർ പിടിച്ച് കറക്കാനുള്ള ബലം പോലും ആയിട്ടില്ല. അത് പിടിച്ച് കറക്കി തിരിച്ച് വണ്ടി സൈക്കിൾ ഓടിക്കും. അപ്പോൾ അത് ഓർമ്മ വരുന്നുണ്ട്. പിസ്റ്റൽ പെട്ടെന്ന് അത് ഫ്ലാഷ് ബാക്ക് പോയിട്ടെ പെട്ടെന്ന് പിസ്റ്റലൊക്കെ ശരിയാക്കിയിട്ട് ഒറ്റയടിക്ക് വന്ന് ഗോൾഡ് മെഡൽ അടിച്ചു. അതാണ് സൂര്യയുടെ ഇൻട്രോ. അപ്പോൾ അത് ഇന്ത്യക്ക് കിട്ടാത്ത ഒരു സാധനം സിനിമയ്ക്കകത്തൂടെങ്കിലും കാണിച്ചപ്പോൾ വെങ്കി അത്ലൂരിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കണമെന്ന് തോന്നി. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ വേറെ എന്താ, അത് മാത്രം ഒളിമ്പിക്സിൽ കാണിക്കത്തുള്ളൂ. ഞാൻ വിചാരിച്ച് ആ പരിപാടി വെച്ച് സൂര്യ നല്ല രീതിയിൽ കാണിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ എവിടുന്ന് പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് ചാടി പുറത്ത് വരിക. ഇന്ത്യക്ക് വേണ്ടി ഒരു രാജ്യത്ത് മത്സരത്തിന് പോയി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ചാടി വരാനൊന്നും പറ്റത്തില്ല. അവരൊരു ക്രൂ ആയിട്ടായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിലോട്ട് വരുന്നത്. ഇത് ഒറ്റയ്ക്ക് അങ്ങ് ചാടി വരും. ഇയാൾ ഭയങ്കര ബിസിനസ്മാനൊക്കെയാണ്. ഒറ്റയ്ക്ക് ഫ്ലൈറ്റും ഇതൊക്കെ ഉണ്ട് സൂര്യയ്ക്ക്. പിന്നാണ് നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപരാധങ്ങളുടെ പെരുമഴ. ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇയാൾക്ക് അവകാശികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ രാധിക ശരത് കുമാറാണ് സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. വിശ്വനാഥനായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് വേറൊരു സെറ്റപ്പ് കൊണ്ടുണ്ട്, വേറൊരു ഫാമിലിയായിട്ട് വേറെ പോകുന്നുണ്ട്. അതൊക്കെ വേറെ, അവർക്കിത് വേറെ. അപ്പോൾ സീരിയലാകുമ്പോൾ ഇതെല്ലാം വേണമല്ലോ. പക്ക ഒരു സാന്ത്വനം 2 സീരിയൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് വേറെ വിദേശത്ത് നിന്ന്, അപ്പോൾ ഒറ്റയടിക്ക്, അപ്പോൾ ഇതിന് ഒരു കോളിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് കോൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ഷൂട്ടിൽ അമേരിക്ക നിൽക്കുന്നതാണ്. ഇതിനകത്ത് പിന്നെ അനാർക്കലി മരക്കാറൊക്കെ ഉണ്ട്. അനാർക്കലി മരക്കാർ ഒരു ഡോക്ടറായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെ വിദേശത്ത് പോയി ഇവിടെ കൊണ്ട് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ടെസ്റ്റ് ട്യൂബ് ശിശുവിന് വേണ്ടി വെളിയിൽ പോയി എടുത്തുകൊണ്ട് വരും. ഒരു കൊച്ചിനെ ജനിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ കൊച്ചിന് മറിഞ്ഞു വീഴുമ്പോൾ ഒരു എല്ലിന് എന്തോ ഒരു പ്രശ്നം വരും. ആ എല്ലിന് സൂട്ടാവാൻ വേണ്ടി വേറൊരാളെ കണ്ടുപിടിക്കണം. തുറന്ന് നടക്കുന്ന കഥയാണ്. ഇപ്പോൾ ഇത്രയും ഒരു ഏകദേശം പറയുന്നത്, ബാക്കി ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കണ്ടു നോക്കുക. കണ്ട് അപരാധിച്ച് നിങ്ങൾ തന്നെ കണ്ട് ടോർച്ചർ ചെയ്യുക. ഇത്രയും ഞാൻ ഒരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞ്. പിന്നാണ് ഇതിൻ്റെ വെറുപ്പിക്കലിൻ്റെ തുടക്കത്തിൻ്റെ 2ാം ഘട്ടം വരുന്നത്. ഇത്രയും ഒരു തുടക്കം, ഒരു സീനി, ഇത്രയും ഒരു തുടക്കത്തിൻ്റെ 1ാം ഘട്ടം. അടുത്ത 2ാം ഘട്ടത്തിലോട്ട് വരുമ്പോൾ ഇതിനകത്താണ് എൻ്റെ ആക്ട്രസ് മമിത ബൈജു വരുന്നത്. മമിത ബൈജുവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മാട്ടി എന്നാണ് മമിത ബൈജുവിൻ്റെ പേര്. ഈ മമിത ബൈജുവിൻ്റെ ക്യാരക്ടർ വെച്ച് ഇതിനെ മാടി എന്നല്ല വിളിക്കേണ്ട, മാഡ് എന്നാണ് വിളിക്കേണ്ടത്. കാരണം ഇവർ ഒരു MBBS സ്റ്റുഡൻറ്റാണ്, ലാസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റാണ്. ഈ കണ്ടറിയാൻ ഭ്രാന്ത് പിടിച്ച ടൈപ്പാണെന്ന്, ഒരു കിറുക്ക് പിടിച്ച സാധനം. ഈ കാണിക്കുന്നത് മൊത്തം എനിക്ക് കുറച്ച് നേരത്തെങ്കിലും ഇവരുടെ സംസാരം കേൾക്കാതിരിക്കുക. മമിത ബൈജുവിൻ്റെ സംസാരം വാ മിണ്ടല്ലേ എന്ന് തോന്നിപ്പോം. അതേപോലെ വാ തുറന്നാൽ വെറുപ്പില്ല. നന്ദനത്തിനകത്തില്ല മാള അരവിന്ദനെ കൊണ്ടുവരുന്നതിലോട്ട് മുണ്ട് തിരികെ വെക്കണമെന്ന് തന്നെ തോന്നിപ്പോം. അല്ലെങ്കിൽ മോന്ത പിടിച്ച് കല്ല് വരയ്ക്കുന്നു, അതേപോലെ വെറുപ്പിയിൽ. പിന്നെ ഇന്റർവെൽ അവർക്ക് ആകുമ്പം നമ്മൾ വിചാരിക്കും ഈ ശല്യം തീർന്ന്. ഒരു സംഭവത്തിന് വേണ്ടി വെളിയിൽ കൊണ്ടുവരുന്നത്, അതെന്തുപോലെ നിങ്ങൾ കണ്ടു, ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവെല്ല് ആയപ്പോൾ ഈ ശല്യം തീർന്നെന്ന് വിചാരിച്ചു. പിന്നെ എവിടെ തീരാൻ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ അപരാധത്തിന്റെ 3ാം ഘട്ടം തുടങ്ങി. 3ാം ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടം തുടങ്ങുന്നുണ്ട്. രാധിക ശരത്കുമാറിന്റെ പരിപാടി ഏകദേശം കഴിയുന്നുണ്ട്. പിന്നെ 4ാം ഘട്ടത്തിലോട്ട് പോകുന്നുണ്ട് വെറുപ്പീര്. അത് കഴിഞ്ഞിട്ട് 5ാം ഘട്ടം ലാസ്റ്റ് ഒരു വെറുപ്പീര്. ഇത് തുടക്കം പറഞ്ഞാൽ ഫുള്ളി വെറുപ്പീരായിരുന്നു. ഈ ഒരു പടം കണ്ട എനിക്ക് ഒരു രീതിയിലും
എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒരു വാരിസിൻ്റെയൊക്കെ ഒരു ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇതിനകത്ത് പിന്നെ കാണിച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആകെ എനിക്ക് ഇതിനകത്ത് ഗുണം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റീൽസ് എടുക്കുന്നവർക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കുന്നവർക്ക് ആ സോങ് ഉണ്ടല്ലോ, ആ ഒരു സോങ് റീൽസ് എടുക്കുന്നവർക്ക് ചിലപ്പം ഗുണമായിട്ട് വന്നിട്ടുണ്ട്. കുറേ പേര് അതിൻ്റെ റീൽസ് ട്രെൻഡ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഡാൻസ് ഒക്കെ ചില പെൺപിള്ളേരാണ് ഇത് കൂടുതലും കളിച്ചിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഇത് ആർക്കെങ്കിലും ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. വല്ല സീരിയം പക്ക വെറുപ്പിൽ 2 മണിക്കൂർ ടോർച്ചറി. അതായത് എലിപ്പെട്ടിയിലകപ്പെട്ട എലിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്, തിയേറ്ററിൽ അകപ്പെട്ടു പോയ എനിക്ക് അതിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. ഒരു സീൻ പോലും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പടമൊക്കെ സൂര്യ എന്തിനാണ് ഈ പടമൊക്കെ പോയി തല വെച്ച് കൊടുക്കുന്നത്? അമിത വൈദ്യ എങ്ങനെ ചെയ്യട്ടെ? അവർ ഇതേപോലെ ഒരു കിറുക്ക് പിടിച്ചൊരു സാധനം, അവർ കിറുക്കത്തിയായിട്ട് തോന്നും ചില സീനിൽ. എന്ന് വെച്ചാൽ നമുക്ക് ചെവിക്കല്ലിന് ഒരെണ്ണം കൊടുക്കാൻ തോന്നും ചില സീനിലൊക്കെ. ഒരു ഹോട്ടലിലൊക്കെ വെച്ചുള്ള സീനുണ്ട്, അവിടെ വെച്ച് ഒരെണ്ണം കൊടുത്തെങ്കിൽ നമുക്കൊരു സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഹോട്ടലിൽ വെച്ചുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ഇതിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തുമായാലും ഒരു ടോർച്ചറിങ് ആയിരുന്നു 2 മണിക്കൂർ 40 മിനിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി ടോർച്ചർ ചെയ്യുക, ആരും കാണണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.